ഹലോ ഹായ്. അപ്പോൾ നമുക്കൊരു ചക്ക വരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അതിന് വേണ്ടി ചക്ക വൃത്തിയാക്കി വെച്ച് മിക്സിയിലിട്ട് അടിച്ച് വെച്ചതാട്ടോ. നന്നായി അടിച്ചതാണിത്. അടിച്ചത് ഉരുളിയിലേക്ക് ഒഴിച്ച് വെച്ചതാട്ടോ. പിന്നെ ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാൻ തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത് ചക്ക വരട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 തേങ്ങയുടെ പാലാണ് ഇട്ടത്. അത് ഞാൻ ആദ്യത്തെ പാല് മാറ്റി വെച്ച് അപ്പോൾ രണ്ടാമത്തെ പാലാണ് കേട്ടോ. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ചക്ക ഞാൻ വേവിച്ചിട്ടില്ല, അടിച്ച പാട് വേവിക്കാണ്ടാണ് അടിച്ചെടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് നല്ല വേകാൻ കുറച്ചൊക്കെ തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടത്. അതിന് ശേഷം ഒരു 5-6 കഷ്ണം ശർക്കര ഉരുക്കാൻ വെക്കുക കേട്ടോ. അത് ഉരുക്കി 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഗ്യാസമ്മ വെച്ചിട്ട് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ഉരുക്കിയ ശേഷം അത് നമ്മൾ അടുപ്പത്ത് ചക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുവിധം ഒക്കെ തിളച്ച് തുടങ്ങി. അപ്പോൾ അതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കാൻ പൂയൊക്കെ ഉണ്ടാവും, നന്നായി നോക്കിയിട്ട് വേണം, അരിച്ചിട്ട് വേണം ഒഴിക്കുക. അപ്പോൾ അരിച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അടിയിൽ പിടിക്കാൻ പറ്റില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കും വേണേ. അപ്പോൾ നല്ല കൈ വെക്കാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു കേട്ടോ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധമൊക്കെ ആയി തുടങ്ങിയിട്ട് അപ്പോൾ അതിക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലൊന്നും വേണ്ട, കുറച്ചൊരു പിഞ്ച് മതിയേ. ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊണ്ടേ ഇരിക്കുകയാണ്. അടിയിൽ പിടിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു വിധമായിട്ടപ്പോൾ അപ്പോൾ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്ന ഇപ്പോൾ ഏലക്ക, പിന്നെ ചുക്കും പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് 3 കൂടി പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതാട്ടത്. നന്നായി പഞ്ചസാര ഒട്ടി പൊടിച്ചതാട്ടോ. അപ്പോൾ നല്ല മേലേക്ക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയതിനെ. അപ്പോൾ കുറച്ച് വിട്ടൊക്കെ നിന്നെങ്കിൽ മാത്രമേ ഇളക്കാൻ പറ്റുള്ളൂ. കൈ വയ്ക്കാതെ ഇളക്കും വേണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ്. അടിയിൽ പിടിക്കാനും പാടില്ല, കൂടുതൽ കത്താനും പാടില്ല കേട്ടോ. അപ്പോൾ അത് ഇളക്കി അയങ്ങുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുത്തൊരു വിധം കുറുകി വന്നിട്ടോ. നല്ലോണം കൂടെ ആയിട്ടില്ല, എന്നാലും പകുതിയൊക്കെ ആയി തുടങ്ങിയേ. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ പാല് മാറ്റി വെച്ച് പറഞ്ഞില്ല, ആദ്യത്തെ പാലാണ് കേട്ടോ, തേങ്ങാപ്പാലാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി എല്ലായിടത്തേക്കും ആവാൻ വേണ്ടി ഇളക്കി കൊണ്ടേ ഇരിക്കുക കേട്ടോ. കൈ വെക്കാനേ പറ്റൂല, അടി പിടിക്കും. അപ്പോൾ അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കണേ. എല്ലാതും ഒന്നിച്ച് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ലേസം ബദാമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ സാധാ തിന്നുമ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാതെ തിന്നുമ്പോൾ ഒരു ഇതില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ബദാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബദാം ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ, അതിന് വേണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബദാം ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഇളക്കി സെറ്റാക്കി കൊടുക്കണേ. അതിങ്ങനെ കുറുകി വന്നില്ല, അപ്പോൾ എല്ലായിടത്തേക്കും ആവണമെങ്കിൽ നന്നായി ഇളക്കി കൊടുക്കണേ. അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ഇളക്കി റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു വിധമൊക്കെ ആയിട്ടോ. ബദാമൊക്കെ എല്ലായിടത്തും ആയെന്നെ. അപ്പോൾ ഞാൻ അതും ഇളക്കി കൊണ്ടിഞ്ഞു ആവാണ്ട് കുറച്ചും കൂടെ ഒക്കെ ആവാണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചടി പിടിക്കാതെ നോക്കണേ, ഇങ്ങനെ ഇളക്കണേ. ഇളക്കി നമ്മൾ കൈയൊക്കെ കടഞ്ഞിട്ട് കഴിക്കൂലേ. അപ്പോൾ ഒരു വിധമൊക്കെ ആയി തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് പാത്രത്തിലേക്ക് ആക്കി വെക്കാം കേട്ടോ. അതിന് വേണ്ടി നല്ലൊരു പാത്രം എടുത്ത് ഒക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി, വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, കുറേ കാലം ഇരിക്കട്ടത്. തേങ്ങാപ്പാലിൽ നല്ലോണം വെന്തതല്ല, അത് കാരണം നല്ലോണം കുറച്ച് തോനെ ഇരിക്കട്ടത്. ഇതിപ്പം മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരട്ടി വയ്ക്കുകയാണ് ചക്കട്ടോ. അപ്പോൾ ഒക്കെ പാത്രത്തിൽ ഒക്കെ കോരി വയ്ക്കുകയാണ്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല ഇളക്കി കൊടുത്ത കാരണം അടിയിലൊന്നും പിടിച്ചില്ല. നന്നായി കുറുകി നമുക്ക് നല്ലതിൽ കിട്ടുകയും ചെയ്തിട്ടോ. അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞ് പിടിച്ചിട്ടൊന്നുമില്ല. നന്നായി ഇളക്കി കൊടുത്ത കാരണം എവിടെയും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളത് പാത്രത്തേക്ക് മാറ്റി വെച്ച് പിന്നെ അത് നന്നായിട്ട് നമുക്കൊരു പാത്രത്തിലാക്കി അടച്ച് വെക്കണേ. അപ്പോൾ ആ പാത്രത്തിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങോട്ട് കോരി എടുത്തിട്ട് പാത്രത്തിലാക്കി വെക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് റെഡിയായി പാത്രത്തിലായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ.